ഹലോ ഫാമിലി. ഇന്ന് രാവിലെ എണീറ്റപ്പം മുതൽ, അതായത് 2025 തുടങ്ങിയ പിന്നെ നമുക്ക് വലിയ നല്ല കാലമൊന്നുമല്ല. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, നമ്മൾ ഷാബാസ് എന്നാണ് ആ കുട്ടിയുടെ പേര്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതില് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് വരാൻ കാരണം. ഒരു പാവയ്ക്ക പാവയ്ക്ക ആ ഒരു ഷേപ്പിലുള്ള നമ്മുടെ കേരളമാണ്. കേരളത്തിൽ ഒന്നാമത്തെ കാര്യം, ഡ്രഗ്സിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. കാരണം ആ ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചതോ ഇല്ലെന്നോ ഒന്നുമല്ല. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആ ഒരു ഇതിൽ പറഞ്ഞാണ്, അവന്റെ റൂട്ട് മാപ്പ് വരെ തപ്പിപ്പോകുന്നുണ്ട്. എന്തിനീ റൂട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് റൂട്ട് മാപ്പ്, അവൻ മന്തി മേടിച്ചതൊക്കെ ഒന്നും ഇവിടെ വിഷയമല്ല. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇത്രയും വിഷയമായിട്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്, എൻ്റെ പൊന്ന് സർക്കാർ, ഇത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഭരണം ഇട്ടിട്ട് പോ. അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ആയാലും ഈ കോൺഗ്രസ് ആയാലും ആരായാലും, ഇങ്ങനെ ഒരു സാധനത്തിന്റെ വരവും പോക്കും നിർത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരണം അവസാനിപ്പിച്ചിട്ട് പോണം. ഒന്ന്. അതുമല്ല, ഇപ്പൊ ഷാബാസിന്റെ കേസിൽ ആ പിള്ളേരുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട് ഇവനെ തല്ലിയതിന് ശേഷം. അത് കേട്ടിട്ടുണ്ടല്ലോ, നമ്മള് തല്ലിയിട്ട് ചിരിച്ചോണ്ടാ പറയുന്നേ. നീ കണ്ടായിരുന്നോ അവന്റെ കണ്ണ്? കണ്ടായിരുന്നോ കണ്ണൊക്കെ പുറത്തോട്ട്? നിങ്ങളൊന്നൊന്ന് കേട്ടു നോക്കട്ടെ. കേൾക്കാത്തവരൊന്ന് കേട്ടു നോക്കണേ. കേട്ടിട്ട് വായു ഇത്. ഇൻസ്റ്റാഗ്രാം ചാറ്റിലെ അവരുടെ ശബ്ദ സന്ദേശം കേൾക്കൂ. ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾ കൊലപാതകം ആകും എന്ന് ഭയക്കുന്ന ഘട്ടത്തിൽ ഈ ആക്രമണം നടന്നതിനു ശേഷം നടത്തിയ ശബ്ദ സന്ദേശമാണ്. കേൾക്കൂ. ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസ് ഞാൻ കൊല്ലില്ല. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇനി ഇവരൊന്നും ഇല്ല വെച്ചാൽ ആഫിയല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി പറയാണ്, അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ, അവന്റെ കണ്ണ് നോക്കി, അവന്റെ കണ്ണില്ല എന്നാണ് പറയുക. ഈ കുട്ടി നാളെ വളർന്നാൽ ആരായിത്തീരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിർഭയ കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. നിർഭയ കേസിൽ ഏറ്റവും ക്രൂരമായ പെൺകുട്ടിയെ ആക്രമിച്ചത് ആ 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ്. 16 വയസ്സോ 17 വയസ്സോ ആണ് അവന് പ്രായം. അവനാണ് ആ കുട്ടിയെ ഏറ്റവും ക്രൂരമായി, ഏറ്റവും മാരകമായി പരിക്കേൽപ്പിക്കുന്നതും ആ കുട്ടിയെ കൊല്ലാക്കൊല ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു ചെകുത്താന്റെ സന്തതി, നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോർഡ് ഓഫ് ദി ഫ്ലൈസിലൊക്കെ പറയുന്നത് പോലെ, ഇതേപോലെ നിങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി വീട്ടിൽ കാണുന്ന ഈ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ ചെകുത്താൻ സന്തതികളായി മാറുന്നത് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. കേട്ടല്ലോ അല്ലേ? അപ്പൊ ഇതില് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഈ പിള്ളേരുടെ കാര്യങ്ങൾ പറയുമ്പോഴുണ്ടല്ലോ, എനിക്ക് വലിയൊരു കുട്ടിയുണ്ട്, 10-20 വയസ്സുള്ള മോനുണ്ട്. ഒന്നാമത്തെ കാര്യം, പാരൻസിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണേ. പാരൻസിന് ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഒരു 13-14 വയസ്സാവുമ്പോൾ തന്നെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് അഴിച്ച് റോട്ടിലേക്ക് വിടുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ള ഒരുപാട് പ്രതിവിധികളുണ്ട്. കൗൺസിലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തിന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു ഹെൽപ്പ് ചോദിക്കണം. എൻ്റെ മോൻ ഭയങ്കര വയലന്റ് മോഡാണ്. അവൻ്റെ നന്നാവൂല, നീ നേരെ അങ്ങ് നാട്ടിലേക്കാണ് അഴിച്ചു വിടുവാണ്. നന്നാവാത്ത ചില കുരുത്തം കെട്ട പിള്ളേരുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ കെട്ടിയിട്ടിട്ടാണെങ്കിൽ ശരി, വല്ല മാനസിക അവിടെ കൊണ്ടുപോയി ആക്കിയേക്കണം. ഇങ്ങനെയുള്ള കുറുമ്പ് കാണിക്കുന്നവന്മാരെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരങ്ങ് അഴിച്ചു വിടുകയാണ് ചില പാരൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടികള് ഈ ഫിലിമും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എനിക്ക് 10-40 വയസ്സായി. നമ്മൾ മുമ്പ് ഫിലിമൊക്കെ കാണുമ്പോൾ ഒരു കത്തി എടുക്കുമ്പോൾ തന്നെ കണ്ണ് പൊത്തുവരുന്നു. പേഴ്സണലി ഞാൻ തന്നെ പറയാം, എനിക്കിപ്പോ വെട്ടിക്കൊല്ലണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും ഒരു പേടിയില്ല. അപ്പൊ പിള്ളേരെ കാര്യം പറയാനുണ്ടോ? അപ്പൊ ഒരു ഭയങ്കര സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനാണ് വെട്ടിക്കൊല്ലണം. അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് വെട്ടിക്കൊല്ലുന്നതും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഒക്കെ വളരെ സിമ്പിളായിട്ട് സിനിമകളിൽ ഉൾപ്പെടെ പല കാര്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നുണ്ട്. കാരണം ഞാൻ ആ സിനിമയുടെ പേര് കാണുന്നില്ല. ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വരുവാണ്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് തീർത്ത് കളയണം എന്നുള്ളൊരു മെന്റാലിറ്റി 10-40 വയസ്സായ ഒരു പെണ്ണായി എനിക്ക് വരെ വരുന്നുണ്ട്. അപ്പൊ കുട്ടികളുടെ കാര്യം എന്ന് വെച്ചാൽ, അവരുടെ ഹോർമോൺ ചേഞ്ചിന്റെ പ്രായത്തിൽ ഈ സിനിമകൾ വല്ലാണ്ട് ഇവര് അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് തീർത്ത് കളയണം. പിന്നെ സർക്കാരിനോട് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഈ ഡ്രഗ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ഈ ജയിലിലുള്ള ശിക്ഷകളൊക്കെ ഭയങ്കര ഇതാണല്ലോ. കോടതിയോടും പറയുവാണ്, ഭയങ്കര സിമ്പിളായിട്ട് ജാമ്യം കിട്ടുന്നു. സിമ്പിളായിട്ട് ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും നല്ല നടപ്പ്. 5 വർഷം അവന് നല്ല കുട്ടിയായിരുന്നു ജയിലിൽ നല്ല കുട്ടിയായതുകൊണ്ട് 10 വർഷത്തെ ശിക്ഷ 5 വർഷമായിട്ട് ആണ് ഇറക്കി വിടുവാണ്. ഇറക്കി വിട്ടാൽ ഓരോന്നേക്കെ വന്ന് വെട്ടിക്കൊന്നെന്ന് അറിയാലോ. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ലേ, ജയിലുകളുടെ എണ്ണം കൂട്ടൂ. എന്നിട്ട് ഇവരെയൊക്കെ അവിടെ അടച്ചിടൂ, പുറത്തേക്ക് ഇടാതെ ജയിലുകളുടെ എണ്ണം കൂട്ടിക്കോളൂ.
കാരണം ഇനിയിപ്പോൾ ഈ 10ാം ക്ലാസ്സുകാരൻ ഭയങ്കര സിമ്പിളായിട്ട് അവൻ ചെയ്തൊരു കാര്യം, ലാസ്റ്റ് അവനറിയാം ഇത് കേസ് വരും എന്നുള്ളതും ഈ ചാറ്റൊക്കെ പുറത്തു വരും എന്നുള്ളത്. അതിനുശേഷം ഒരു ആക്ടിങ് വോയിസ് ഇട്ടിട്ടുണ്ട്, മോനെ നീ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ്, നിന്റെ ഒരു ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ളത്, നീടാ നിനക്ക് എന്താണ് പറ്റിയത്, ഞാൻ പണ്ടേ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാട്ടോ. വോയിസ് അവൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. അവനറിയാം ഈ ചാറ്റ് പിടിക്കും, അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ എനിക്ക് തോന്നിയതാണെന്ന് കരുതിക്കോട്ടെ എന്നുള്ളത്. സർക്കാരെ, ഈ കുട്ടികൾക്ക് വരെ എനിക്കുൾപ്പെടെ ഏത് ഏജ് കാറ്റഗറിയിലും സുഖമാണ് ജയിൽവാസം എന്നൊരു ആലോചന അല്ലെങ്കിൽ ചിന്ത ആളുകൾക്കുണ്ട്. എനിക്കുൾപ്പെടെ ഒരു ക്രൈം ചെയ്ത സുഖവാസമാണ് ജയിലിലെന്നും, കുറച്ചു കാലം കഴിയുമ്പോൾ ജയിലിലുള്ള സുഖവാസവും കഴിഞ്ഞ് അവിടെ സാലറി വരെ ഉണ്ട്, ജോലിയും കൂലിയൊക്കെ ഉണ്ട്, പൈസ വരെ ആയിട്ടാണ്, പോക്കറ്റ് മണി ആയിട്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമാണ് എന്നുള്ളത് ഒരു ധാരണ ഉണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥ വളരെ മോശമാണ്. ഒരു കാര്യം ചെയ്യും, ജയിലുകൾ ഒരുപാട് പണിയോ ഭയങ്കര സുഖവാസമല്ലേ, ഒന്നും കൂടി കൂട്ടിക്കൊടുക്കൂ. ജയിലുകളിലെ ശിക്ഷ, ജയിലുകൾ അത്രയും ക്രൂരമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയിലുകൾ എന്ന് പറഞ്ഞാൽ പേടിക്കണം, ആ അവസ്ഥ കേരളത്തിൽ ഇല്ല. ജയിൽ എന്ന് പറയുന്ന സുഖവാസമാണ്, അവിടെ പോയി ഒരു പണിയും ചെയ്യേണ്ട, വീട്ടുകാരൊന്നും കേൾക്കണ്ട, അവിടെ പോയി സുഖവാസിക്കാം എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ തന്നെയല്ല എല്ലാവരുടെയും ധാരണ അതാണ്. അതാദ്യം മാറ്റണം. ജയിൽ എന്ന് പറഞ്ഞാൽ പേടിക്കണം. എത്രയോ പുറം രാജ്യങ്ങളൊക്കെ ഉണ്ട്, ജയിലെന്ന് പറഞ്ഞാൽ ഇരുട്ടറയിരിക്കും, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതുണ്ടാവും, കൈയും കാലും പൊക്കാത്ത അത്രയും ജയില് വളരെ കഠിനമാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ജയിലുകളുടെ എണ്ണം കൂട്ടൂ, ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോട്ടെ. ഇവന്മാരൊക്കെ ഈ 10ാം ക്ലാസ്, ഈ 15 വയസ്സുകാരൻ ഇപ്പം ഇത് ചെയ്തെങ്കിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയാൽ വേറെ ലെവലിലായിരിക്കുള്ളൂ. ഇവന്മാരെ ഒന്നും ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറക്കാതിരിക്കൂ. അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. പാരൻസിനോട് പറയാവുന്നത്, കുരുത്തക്കെട്ടവരാണോ നിങ്ങൾ, മക്കളാണ്, മകനാണ്, മോളാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. കെട്ടിയിട്ടിട്ടാണെങ്കിൽ മാനസികാരോഗ്യ ഇതിലേക്ക് കൊണ്ടുപോയിടാൻ പറ്റണം, അല്ലാതെ നാട്ടിലേക്ക് ഇറക്കി വിട്ട് മറ്റുള്ള കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ സർക്കാരിനോട് പറയാനുള്ളത്, ഈ ഡ്രഗ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വരവും ഇതും നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത കാറുകൾ പിടിക്കാനും വെള്ളം അടിച്ചവരെ പിടിക്കാനും പോക്കറ്റടി പിടിക്കാനും നാണമില്ലേ? പോലീസിനോട് ചോദിക്കണത്. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ നിങ്ങൾ ആ സമയം നിങ്ങൾ കൊണ്ടുപോയി അതിനു വേണ്ടിയിട്ട് ചിലവാക്കൂ. ഡ്രഗ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെ ഏത് വഴിയൊക്കെ വരുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ സമയം ഇതാക്കൂ. ഈ പറഞ്ഞ ഒരു 2 പെഗ് അടിച്ചു പോകുന്നവരോ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് പിടിപ്പിച്ചവരോ ഇച്ചിരി ശബ്ദം ഉണ്ടാക്കി പോകുന്നവരോ ഒന്നല്ല ഈ നാടിന്റെ ദോഷം. ഇങ്ങനെയുള്ള തെണ്ടികൾക്ക് വേണ്ടിയിട്ട് ആ സമയം നിങ്ങൾ പോലീസുകാർ ചിലവാക്കൂ. ഇതൊക്കെ നമുക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും കാണണം, നമുക്ക് സങ്കടം വരുവാണ് ഈ നാടിന്റെ അവസ്ഥ കണ്ടിട്ട്. ജനിച്ചു പോയതുകൊണ്ടുള്ളൊരു സ്നേഹവും ഇവിടുന്ന് വിട്ടു പോകാൻ പറ്റുന്നില്ല നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നേ പോയേനെ. ഇപ്പൊ മറ്റേ പയ്യന്റെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ, അവൻ അടിച്ചു കഴിഞ്ഞപ്പോ അവന് തോന്നി ഇത് പണി പാളും തോന്നിയപ്പോ, മോനെ നീ ഒരു കൊലപാതകി തന്നെയാണ്, നീ എന്നിട്ട് അതിന് ശേഷം വോയിസ് ഇട്ടിടുമ്പോ, എടാ ഷാബേ നിനക്ക് എന്ത് പറ്റി, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, അതും കൂടെ നിങ്ങൾ കേട്ടോട്ടോ. അവന്റെ ഭയങ്കര അഭിനയമാണ്, കാരണം അവൻ പെടുമെന്നറിയാം. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ന്യായീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അറിയാതെ പറ്റിപ്പോയാണ്. പിന്നെ കഥ പോലെ, നീയല്ലേ എന്നെ ആദ്യം വിളിച്ചത്, എന്നിട്ടല്ലേ ഞങ്ങൾ വിളിച്ചത്, ഒരു കഥ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ചെറുക്കൻ അവിടെ മരണക്കിടക്കെ കിടക്കുവാ, മനസ്സിലായോ? ഇന്നിപ്പോ മരിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും അവന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു ഗുണമുണ്ട്, 4-5 വർഷം കഴിയുമ്പോൾ നല്ല വൃത്തിയായി സുന്ദരക്കുട്ടന്മാരായിട്ട് ഇവന്മാര് പുറത്തു വരും. പുറത്ത് വന്നു കഴിയുമ്പോ എന്താ, കൂടെ ഉള്ളവന്മാരോട് പറയടാ ജയിലിൽ സുഖമാടാ, കറക്റ്റ് സമയത്ത് ഫുഡ്, നമുക്കറിയാവുന്ന ജോലി ചെയ്യാം, എന്തൊരു സുഖവാസമാ. നല്ല പിള്ളയായിട്ട് ക്ഷമയാണെങ്കിൽ 10 വർഷം എന്നുള്ള ശിക്ഷ 5 വർഷമായി ചുരുങ്ങുകയും ചെയ്യും. ഇത് അടിപൊളിയല്ലേ? ആ വോയിസ് കൂടി നിങ്ങളൊന്ന് കേട്ടോ. ഫുള്ള് അലമ്പായിക്കുന്ന കേട്ടി സീന്റേതാ ഇങ്ങനെ ചൊറൊഴിവാക്കിക്കൊണ്ടാ, ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ പ്രശ്നമുണ്ടോ? ഷാബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. പിന്നെയും ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങളെ ഒഴിവാക്കാനായിട്ട് നിൽക്കുക, ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ എന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എംജെക്കാരിലെ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്.
അതിന്റെ ഇടയിൽ കണ്ടോ, അതിൽ പറയുന്നുണ്ട് പൊരുത്തപ്പെട്ടോളൂ എന്തൊന്നാ തല്ലിച്ചതച്ച് കണ്ണ് വരെ പുറത്തു വന്നതും പിന്നെ ഒരുത്തൻ പറഞ്ഞു കൊടുക്കുവാണ്, എടാ ഇത് അവൻ വിളിച്ചതല്ലേ, നമ്മൾ ജയിലിലൊന്നും പോകാൻ ചാൻസ് ഇല്ല, ജയിലിൽ പോയാലും ഒരു പുല്ലൂല എന്നുള്ള ആറ്റിറ്റ്യൂഡിലെ പിള്ളേര് നിൽക്കുന്നേ. മനസ്സിലായി? ജയിലിൽ പോയാലും ഒന്നും സംഭവിക്കാനില്ല, ആ രീതിയിലാണ് നിൽക്കുന്നേ. ദയവ് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ ഈ ഇങ്ങനെയുള്ള ക്രിമിനൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വയലന്റ് മോഡുള്ള പിള്ളേരെയൊക്കെ ഉണ്ടെങ്കിൽ കയ്യോടെ വല്ലതും ഭക്ഷണത്തിൽ കലക്കി കൊടുത്ത് കെട്ടിയിട്ടിട്ട് നേരെ മാനസിക അവിടെ കൊണ്ടുപോകണം. റോട്ടിലേക്ക് ഇറക്കി വിടെയല്ല. പാരന്റ്സിനോട്, ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന പാരന്റ്സിനോട് തന്നെ ഞാൻ സ്വയം പറയുന്ന കാര്യമോ, എന്റെ മകൻ അങ്ങനെ ഇതുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. എന്തിനാന്ന് നാട്ടിലെ ഇവരെ നാട്ടുകാർക്കും മറ്റുള്ള കൂട്ടുകാർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അഴിച്ചു വിടുന്നതിനാ? ഒരു മറ്റേ സുപ്രീം കോടതിയിലെ ഒരു മജിസ്ട്രേറ്റോ വക്കീലിന്റെ എന്തോ ഒരു കണ്ടതാ, പാവക്കേടെ ഷേപ്പുള്ള ഒരു കൊച്ചു കേരള. എന്തൊക്കെയാ നടക്കുന്നേ 2025 തുടങ്ങിയിട്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ നാട്.